നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ AIADMKയോട് വിലപേശി കടുത്ത ഭാഷയിൽ BJP ഇപ്പോൾ കാര്യങ്ങൾ ഡീല് ചെയ്യുകയാണ്. 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ചുരുങ്ങിയത് 90 സീറ്റെങ്കിലും തങ്ങൾക്ക് വേണമെങ്കിലേ ഇലക്ഷൻ കമ്മീഷൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മാതൃകയിൽ പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയൂ എന്ന രീതിയിലേക്കാണ് BJP ചർച്ചകൾ കൊണ്ടുപോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, BJPക്കും തുല്യ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സംസ്ഥാനങ്ങളിൽ വലിയ കളികൾ കളിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് നന്നായി അറിയാം. അതായത് തമിഴ്നാട്ടിൽ അവിടെ ഭരണം പിടിക്കാൻ വേണ്ടി ലക്ഷ്യം വയ്ക്കുകയാണ്. തമിഴക വെട്രിക്കഴകത്തിനെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ തോതിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. TVKയ്ക്ക് കാര്യമായ വോട്ട് ഷെയർ ഉണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. AIADMKയുടെ നേതാവായ എടപ്പാടി കെ പളനിസ്വാമി ഇപ്പോൾ ചർച്ചകൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് നടത്തുന്നത്. നേരത്തെ അന്നാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് മുന്നണി വിട്ടുപോകാനും അത്തരത്തിൽ BJPയുമായി സഹകരിക്കേണ്ട എന്ന നിലപാടിലേക്കും എത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എല്ലായിടത്തും മത്സരിച്ചു. വോട്ട് ഷെയർ കുത്തനെ കൂട്ടിയെങ്കിൽ പോലും ഒരു മണ്ഡലത്തിലും ജയത്തിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന കോയമ്പത്തൂർ മണ്ഡലത്തിൽ അവിടെ സഖ്യകക്ഷിയായ CPIMൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം DMK തന്നെ മത്സരിച്ചതുകൊണ്ട് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച DMKയ്ക്കും സംഭവിച്ചു എന്ന് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തൽ. 2019 നേടിയെടുത്ത ആ തിളക്കമാർന്ന വോട്ട് ഷെയർ ഒന്നും 2024 കിട്ടിയില്ല എന്നും DMK പറയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 9 ലോക്സഭാ സീറ്റുകൾ നേടിയെന്ന് മാത്രമല്ല, മികവാർന്ന ഭൂരിപക്ഷമാണ് ഓരോ ലോക്സഭാ സീറ്റിൽ നിന്നും നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് കേരളവും തമിഴ്നാട്ടിലും കിട്ടിയിരിക്കുന്ന ജനപിന്തുണ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് തെലങ്കാനയുടെ കാര്യം. തെലങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം കർണാടകയിൽ DK ഉള്ളിടത്തോളം കാലം ഇനി BJPക്ക് തിരിച്ചു വരവ് സാധ്യമല്ല. DKയുടെ കൈകളിൽ കർണാടകയുടെ കോൺഗ്രസ് സംഘടന സുഭദ്രമായി തന്നെ ഇരിക്കുകയാണ്. DK ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെയാണ് DCC അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം ഇനി ഈ അടുത്തൊന്നും തിരിച്ചു പിടിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ കാര്യമില്ല എന്ന് BJP നേതാക്കൾക്ക് നല്ലപോലെ അറിയാം. എന്നാൽ അങ്ങനെയല്ല തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും കാര്യങ്ങൾ. തെലങ്കാനയിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ രേവന്ത് റെഡ്ഡി കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് ശരിയാണ്. അവിടെ ജാതി സെൻസസ് ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കിയ സംസ്ഥാനം കൂടിയാണ്. തമിഴ്നാട്ടിൽ ഒരു മികച്ച ഇന്ത്യ മുന്നണി പോരാളിയായി സ്റ്റാലിൻ ദേശീയ നേതൃത്വത്തെ വരെ ഞെട്ടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി ഗവർണർക്കെതിരെ വാങ്ങിയെടുത്തത് ഈ രാജ്യം മുഴുവൻ കയ്യടികളോടെ സ്വീകരിച്ച കാര്യമാണ്. ആ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ പരമാവധി ശ്രമങ്ങൾ ഗവർണറായ RN രവി നോക്കി, നടന്നില്ല. ഒത്തില്ല എന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും രീതിയിൽ SIR വഴി അടുത്ത പണി നടക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. ഉത്തരേന്ത്യയിലെ സ്ഥിരം പല്ലവി ദക്ഷിണേന്ത്യയിൽ ആവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും പണിയെന്ന് BJP അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് സ്റ്റാലിൻ പക്ഷക്കാരുടെ വാദം.